ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസം, വിശിഷ്യാൽ കർത്തൃദിവസം, ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം, പരിശുദ്ധരായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ച ദൈവകൃപയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് വചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ശ്രേഷ്ഠരും ബഹുമാനിതരായിരിക്കുന്ന കർത്തൃദാസന്മാരടങ്ങിയ വചനകേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞാൻ വന്ദനം പറയുകയാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ഒരവസരം കൂടി തന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ 7-ാം ദിവസമാണ്. കഴിഞ്ഞ 6 ദിവസക്കാലവും നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീക വചനങ്ങളെ കേട്ടു. പലരും പ്രാർത്ഥിച്ചു, സമയമെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ കൃപയിലും പ്രാർത്ഥനയിലുമെല്ലാം ആശ്രയിച്ച് ഉറ്റിരുന്ന് ജീവിതത്തെ വിജയകരമാക്കി തീർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി ദൈവത്തിൽ ആശ്രയിച്ച് ഉപദേശം കേട്ട് അതിൻ പ്രകാരം പ്രാർത്ഥനയുടെ പിന്തുണ ചോദിച്ച് കൂട്ടായ്മയിൽ കൈത്താങ്ങലിൽ ഒക്കെ ദൈവത്തിൻ്റെ കൃപയിൽ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് വിനിയോഗിച്ച് ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരാഴ്ച മുഴുവൻ, അഥവാ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്, വിത്ത് കട്ടകൾക്കിടയിൽ കിടക്കരുത്, കളപ്പുരയിൽ കിടക്കരുത്, അത് വീഴേണ്ടിടത്ത് വീഴണം, മുളയ്ക്കേണ്ടതുപോലെ മുളയ്ക്കണം, പരിചരണം കിട്ടണം, അതിനെ പരിപാലിക്കണം, പരിപോഷിക്കണം, വിത്തിലുള്ള സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തണം. ഈ ആശയത്തിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഓരോ ഉപവാസ പ്രാർത്ഥനയിലും ഓരോ വിഷയങ്ങൾ നമ്മോട് സംസാരിക്കുകയും അതൊരു ഗുണപാഠമായി ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും, ചിലപ്പോഴൊക്കെ നിങ്ങളോട് ഞാൻ ഈ വചനം ധ്യാനിച്ച് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ ഓർക്കാറുണ്ട്, കർത്താവേ, ഈ കൊച്ചു വാക്യത്തിനകത്തും ഈ വചനത്തിനകത്തും ഇത്രയും വലിയ ആഴങ്ങൾ ദൈവം മറച്ചു വെച്ചല്ലോ. ഞങ്ങളോടുള്ള ദൂതാണല്ലോ ഇത്, വചനത്തിൻ്റെ പ്രകാശനമാണല്ലോ ഇത്, വചനത്തിൻ്റെ വെളിപ്പാടാണല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്നതിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. കർത്താവിന് എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് വീണ്ടും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസത്തിൻ്റെ സമാപന ദിവസവും ഒരു കർത്തൃദിന ചിന്തയുമായി ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദിനത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എഫേസ്യ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെയാണ്: എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്താൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിച എടുത്തും കൊണ്ടും നിൽപ്പീൻ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൻ്റെ പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. എഫേസ്യ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ആത്മീക പോരാട്ടത്തെയും ആ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു നിന്നുകൊണ്ട് ശത്രുവായ പിശാചിനോട് എതിർക്കുന്നതിൻ്റെ കാര്യം വളരെ സവിസ്തരമായി വ്യക്തമാക്കുകയാണ്. അവിടെ വിശദീകരണമില്ലെങ്കിലും അറിയിപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ താഴേക്കുള്ള ഭാഗത്ത് ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുന്ന ആളുകൾ, അഥവാ ദൈവത്തിൻ്റെ ആളുകൾ, ലോകത്തിൽ 2 ഭാഗമാണുള്ളത്. ഒന്ന് ലോകവും ലോകത്തിൻ്റെ ശക്തിയും, ലോകത്തിൻ്റെ ദൈവവും ലോകത്തിൻ്റെ സൈന്യവും, അതിന് നേതൃത്വം കൊടുക്കുന്ന പിശാചും അതിനുപയോഗിക്കുന്ന മനുഷ്യരും എല്ലാമായി നിൽക്കുന്ന ഒരു ഭാഗം. മറുഭാഗം ദൈവവും ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ പദ്ധതികളുമായി ദൈവത്തിൻ്റെ പക്ഷം നിന്ന് ഈ ലോകത്തിൻ്റെ ശക്തിയോട് എതിർക്കുന്ന മറുപക്ഷത്ത് നിൽക്കുന്ന ദൈവജനവും ദൈവസഭയും ദൈവവും. ഇങ്ങനെ 2 ഭാഗമായിട്ട് കാണണം. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന എല്ലാവരും വചനം കേട്ട് നല്ലതായിരുന്നു പറഞ്ഞ് പോകുകയല്ല, നമ്മൾ വിലയിരുത്തി പോകണം. ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും, അപകടം പറ്റും, പ്രയോജനമില്ലാതെയായി പോകും. നമ്മൾ ചിന്തിക്കണം, ഇതിനകത്ത് നമ്മുടെ വീട്ടിലെല്ലാവരും ഏത് പക്ഷത്താണ് നിൽക്കുന്നത്. പണ്ട് മോശ ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളെയും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ദൈവമാണെന്നും പറഞ്ഞ് വലിയ ഉത്സവവും ആഘോഷവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മോശ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്ക്. അപ്പം ഞാൻ അവിടെ അത്ഭുതം കൂറിയൊരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? 12 ഗോത്രങ്ങളാണ് ഇസ്രായേൽ മക്കൾ. അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരിക.
മോശ ഒരു ആഹ്വാനം കൊടുത്തു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കെന്ന് പറഞ്ഞപ്പോൾ ആരും മാറി നിൽക്കാനുണ്ടായിരുന്നില്ല. ലേവി ഗോത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നവിടെ കാണുന്നു. അപ്പം അതിനർത്ഥം മറ്റവരെല്ലാം കൂടെ നടന്നെങ്കിലും, കൂടെ നിന്നെങ്കിലും, ഈ മന്ന തിന്നെങ്കിലും, ചെങ്കടൽ കയറിയെങ്കിലും, മേഘത്തിൻ്റെ കീഴെ നടന്നെങ്കിലും, മോശ പറഞ്ഞതൊക്കെ ആരാണ്ടർക്കും വേണ്ടി പിറുപിറുത്തോടാണെങ്കിലും അനുസരിച്ചെങ്കിലും ഇവരാരും യഹോവയുടെ പക്ഷത്തല്ലായിരുന്നു. ആ മനസാക്ഷി അതല്ലേ പറയുന്നത്. ഇത് തന്നെയാണ് ലോകത്തിൻ്റെ ഗതികെട്ട്. ഒരു വലിയ സമൂഹം, നിങ്ങൾ തൽക്കാലത്തേക്ക് ആ മേഘത്തിൻ്റെ കീഴെ മരുഭൂമിയിൽ നടക്കുന്ന 12 ഗോത്രങ്ങൾ അടങ്ങുന്ന വലിയ സമൂഹത്തെ കണ്ടേ. അതൊന്ന് ലോകമാണെന്ന് കരുതിക്കുക തൽക്കാലത്തേക്ക്. ഈ ലോകത്തിൽ യഹോവയുടെ പക്ഷത്ത് നിൽക്കാൻ ഒത്തിരി ആൾക്കാരില്ല, ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. അവർക്കും തെറ്റും കുറ്റം, ഈ ലേവി ഗോത്രക്കാരും ഇതൊക്കെ ഇവർ മറ്റൊരു ചെയ്ത പോലത്തൊക്കെ തന്നെ തെറ്റും കുറ്റം പാപം ചെയ്തതാണ്. പക്ഷെ ഒരവസരം കിട്ടിയപ്പോൾ, ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ തീരുമാനമെടുത്തു, ഞങ്ങൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാമെന്ന് തീരുമാനിച്ചതാണ് അവരുടെ ഭാവിക്കും പിൻതലമുറയ്ക്കും അനുഗ്രഹമായത്. അയ്യോ, ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഞാൻ പറയാൻ വന്നത് സർവായുധ വർഗത്തിൽ നിന്നൊരു കാര്യമാണെങ്കിലും ദൈവാത്മാവ് കയറി കൊളുത്തുക അതിനകത്ത്, ആ വാക്യത്തിനകത്തോട്ടോ. അതിനകത്ത് ദൈവം പറയുക, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. ലോകത്തിൽ എത്ര കോടി ആൾക്കാരുണ്ടെങ്കിലും, നിങ്ങളുടെ കുടുംബയോഗത്തിലും നിങ്ങളുടെ ഫാമിലി ട്രീയിലും എത്ര കുടുംബങ്ങളും എത്ര ആളുകളുണ്ടെങ്കിലും, ഞാൻ തുറന്നു പറയാം, എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഒരു ന്യൂനപക്ഷമേ കാണത്തുള്ളൂ. ഇവിടെ 2 സൈന്യത്തെ കാണുക. ഒന്ന് ദൈവത്തിൻ്റെ പക്ഷത്തുള്ള സൈന്യം, അവർ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു നിൽക്കുന്നവരാണ്. മറുപക്ഷത്ത് ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന സൈന്യം, അത് ഈ ലോകമാണ്. അവരേത് ആയുധം ഉപയോഗിക്കും, ഏത് നീചപ്രവൃത്തിയും ചെയ്യും, ഏത് തന്ത്രം ഉപയോഗിക്കും, ഏത് അനീതി ഉപയോഗിക്കും, ഈ ബോധം നമ്മുടെ തലയ്ക്കകത്ത് കാണണം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, നമ്മുടെ കൂടെ പാർക്കുന്നവരെ തന്നെ നമുക്ക് വിരോധമായി പ്രവർത്തിച്ചാൽ പെട്ടെന്ന് നമ്മൾ ചുളുങ്ങി അതും ഇതും പറഞ്ഞ്, അപ്പോൾ നമ്മുടെ മനസ്സ് തെറ്റിയാണ്. ഇവൻ മറ്റേ പക്ഷത്ത് നിൽക്കുന്നവനാണല്ലോ. നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, ഈ വാട്സാപ്പ് മെസ്സേജ് പോലും കേൾക്കുന്ന സമയത്ത് ഇതുപോലും കേൾക്കുമ്പോൾ വീട്ടിൽ കിടന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് കേൾക്കുന്നത്. ടെലിവിഷനിലോ മീഡിയയിലൊക്കെ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് അവസരം ഒരുക്കി. വീട്ടിൽ 10, 15, 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ താല്പര്യം കാണിക്കുമ്പോൾ ശത്രുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ അങ്ങ് ഇറിറ്റേഷനാണ്. അവൻ പറയും, ഇതെപ്പോഴും ഉള്ളോ, ഇതെന്താണ് കേൾക്കുന്നത്, ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കും. പ്രാർത്ഥിച്ച കുറ്റം, സ്തോത്രം പറഞ്ഞ കുറ്റം, ആത്മാവിൽ നിറഞ്ഞ കുറ്റം, പാട്ടുപാടിയ കുറ്റം, വേദപുസ്തകം വായിച്ച കുറ്റം, അങ്ങനെയൊക്കെ ഒരു മറുപക്ഷമുണ്ട് ഇവിടെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ പരിജ്ഞാനത്തിനാണ്, ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വില പരിജ്ഞാനത്തിനാണ്. അല്ല, നമ്മൾ പുറമേ വേഷം കെട്ടുന്നതല്ല, ഈ ജ്ഞാനത്തിന് നമ്മുടെ വിലയിടുന്നത് ഈ ജ്ഞാനത്തിനകത്ത്. സ്വർഗം നമ്മളെ മതിപ്പുള്ളവരാക്കി മാറ്റുന്നത് നമ്മൾ ഈ ജ്ഞാനത്തിലാണ്. നമുക്ക് മനസ്സിലാകുന്നു. ഓക്കെ, എന്താണെങ്കിലും ഈ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ആയുധം കൊണ്ട് ഒരിക്കലും ലോകത്തോട് പോരാടാൻ പറ്റില്ല. ഓരോ തരം ശത്രുവിനോടും ഓരോ തരം ആയുധമാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നീതിന്യായ വകുപ്പിലും ലോകത്തെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ട് പല വിഭാഗക്കാരുണ്ട്. അവരുപയോഗിക്കുന്നത് പലതരം ആയുധങ്ങളാണ്. പോലീസിനെ പൊതുവെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവരൊരു മുളങ്കമ്പ് പോലത്തെ ലാത്തിയും കൊണ്ടൊക്കെയാണ് ഇറങ്ങി നിൽക്കുന്നത്. ലാത്തി, യൂണിഫോമൊക്കെ ഇട്ട് ലാത്തിയും കൊണ്ട്. ഇച്ചിരൂടെ കലാപകലുഷിതമാണെങ്കിൽ ഒരു തോക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ നിന്നിരിക്കാം. വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരൂടെ മിഷൻ ഗണ്ണ് പോലത്തെ തോക്കുമായിട്ട് നിന്നിരിക്കാം. പട്ടാളക്കാർ, അങ്ങ് ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ആളുകൾ, വടക്ക് കിഴക്കൻ മേഖലകളിൽ കിടക്കുന്നവരെല്ലാം അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ കണ്ടേക്കാം. വലിയ പീരങ്കിയോ AK-47 അങ്ങനെ എന്തൊക്കെയോ കണ്ടേക്കാം. എന്നാൽ ഞാൻ പറയാം, ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കാമല്ലോ, ഈ ഇവിടുത്തെ നീതിപാലകരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. CBI പോലെ, CID പോലെ, ED പോലത്തെ ഒക്കെ ഉണ്ട്. അവരൊക്കെ കുറ്റവാളിയെ തല്ലുമോ എന്നൊക്കെ എനിക്കറിയത്തില്ല. പക്ഷെ അവരുടെ ഒന്നും ആയുധമൊന്നുമില്ല, ലാത്തിയും തോക്കുമൊന്നുമില്ല. അവർ ശത്രുവിനോട്, അല്ലെങ്കിൽ അവർ പിടിച്ചിരിക്കുന്ന ആളുകളെ നേരെ ചൊവ്വയാക്കി കുറ്റം തെളിയിച്ച് കാര്യങ്ങളിൽ കൊണ്ടുവരുന്നത് അവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ കഴിവ് കൊണ്ടും അവരുടെ കൂർമത കൊണ്ടുമാണ്. തോക്ക് കൊണ്ടും 3-ാം മുറ കൊണ്ടുപോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ വല്ലതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ആ കാര്യം പഠിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്.
ഞാൻ പറഞ്ഞത് ഓരോ തരം ശത്രുവിനോടും ഓരോ തരം ആയുധമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അമ്പും വില്ലും കൊണ്ടൊന്നും ബോർഡറിൽ പട്ടാളത്തിൽ ചേർന്ന് ചേർക്കാൻ ഇവിടെ നിന്ന് അമ്പും വില്ലും കത്തിയും കടാരിയായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആയുധമൊക്കെ ഗവൺമെൻറ് തരികയാണ് അവിടെ ചെല്ലുമ്പോൾ. കാരണം നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന, നീ പണ്ട് ഇവിടെ വഴക്കുണ്ടാക്കുന്ന നേരത്ത് പാമ്പിനെ തല്ലാൻ വെച്ചിരിക്കുന്ന വടിയും അല്ലെങ്കിൽ ആരെങ്കിലും വരുമെന്ന് ഓർത്ത് നീ മേടിച്ച് വെച്ചിരിക്കുന്ന വടിവാളും കൊണ്ടൊന്നും സൈക്കിൾ ചെയിനും കൊണ്ടൊന്നും അവിടെ ചെന്നാൽ പറ്റിയല്ല. പിന്നെ എന്ത് ചെയ്യണം? അതെല്ലാം ഇവിടെ ഇട്ട് കളയണം. പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടി പോയാൽ ഇവിടുത്തെ ഒരു ചെറുക്കൻ നമ്മുടെ നാട്ടിൽ നിന്ന് അടിപടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നവൻ ശത്രുത്വത്തിനകത്ത് വീട്ടിനകത്ത് അവനെ ഉപദ്രവിക്കാൻ വരുമെന്നും പറഞ്ഞ് കണ്ടിട്ടില്ല ചില ആളുകളൊക്കെ വടിവാളുണ്ടാക്കി വെക്കും, കത്തി ഉണ്ടാക്കി വെക്കും, സൈക്കിൾ ചെയിൻ ഉണ്ടാക്കി വെക്കും, കമ്പിപ്പാര ഉണ്ടാക്കി വെക്കും. ഇതൊക്കെ ഉള്ളതാണ്. ഇതെല്ലാം അവിടെ ഉണ്ട്. അവൻ്റെ ആയുധമുണ്ട്. ഇപ്പോൾ പട്ടാളത്തെ സെറ്റ് പറയുക, സാറേ എൻ്റെ കയ്യിൽ അയക്കുന്ന ആയുധം കൂടി ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അവരവിടെ തൻ്റെ ആയുധം കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അതെല്ലാം ഇവിടെ ഇട്ട് കളയണം. എന്നിട്ട് നീ കയ്യും വീശി വണ്ടി കയറി മുടിയും പറ്റവെട്ടി മര്യാദയ്ക്ക് സമർപ്പണത്തോടു കൂടി അവർ പറയുന്നത് കേട്ട് ഇവിടുന്ന് വണ്ടി കയറി അവിടെ ചെല്ലണം. അവിടെ ചെന്ന് നിനക്ക് ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആയുധം തരും. അല്ല ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആയുധം, ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന, കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആയുധം അത് അവിടെ ചിലവാവില്ല, അവിടെ കയറ്റത്തുമില്ല. ഇതുപോലെ നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിഞ്ഞ് ദൈവത്തിൻ്റെ സൈന്യത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരായുധവും, നിൻ്റെ പഴയ ജഡത്തിൻ്റെ ഒരായുധവും കൊണ്ടുപോകണ്ട. അതുകൊണ്ട് അവിടുത്തെ ഈ ശത്രുവിനോട് പോരാടാൻ പറ്റില്ല. പിന്നെയോ നീ സെലക്ഷൻ കിട്ടി അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം സ്വർഗീയ ഗവൺമെൻറ് നിനക്ക് ആയുധം തരും. ഇന്ത്യ ഗവൺമെൻറ് നിനക്ക് ആയുധം തരുന്നത് പോലെ സ്വർഗീയ ഗവൺമെൻറ് നിനക്ക് ആയുധം തരും. ആ ആയുധമാണ് നീ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ഒരായുധവും, നീ പറയുന്ന വാക്കും, നീ കുത്തിപ്പിടിച്ച് പ്രാഗീതും, നീ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞതും, നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതൊക്കെ നിന്റെ വീട്ടിലെ ആയുധമാണ്. അതൊന്നും ഇവിടെ ചിലവാകില്ല. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിന്റെ എതിരാളിയോട്, നിന്റെ പ്രതിയോഗിയോട്, നിന്നെ ഒതുക്കാൻ നോക്കുന്നവരോട്, നിന്റെ കുടുംബത്തെ എതിർക്കുന്നവരോട്, നിന്റെ തലമുറയെ പൊളിക്കാൻ നോക്കുന്നവരോട് എതിർക്കാൻ വേണ്ടിയിട്ട് ദൈവം, സ്വർഗീയ ഗവൺമെൻറ്, സ്വർഗം, നിന്നെ സെലക്ട് ചെയ്ത ആ പരിശുദ്ധ സ്വർഗം നിനക്ക് ആയുധം തരിക. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം. ദൈവത്തിൻ്റെ സർവായുധ വർഗം. ഇത് നമ്മുടെ വീട്ടുകാരോടും നമ്മുടെ നാട്ടുകാരോടും ഉപയോഗിക്കാനുള്ളതല്ല. പിന്നെയോ ഇത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട്, ഇവരോട് എതിർക്കാൻ വേണ്ടിയിട്ടാണ്. പട്ടാളത്തിൽ ചേർന്നവൻ ഒരു തോക്കും കൊണ്ട് ഇങ്ങോട്ട് പോരാൻ പറ്റിയല്ല. അതവിടെ എഴുതി കൊടുത്ത് ഒപ്പും വെച്ച് കൊടുത്തിട്ട് വേണം, ഉണ്ട എത്രണ്ണമുണ്ട്, തോക്കിൻ്റെ എന്തെല്ലാം പാർട്സ് ഉണ്ട്, ഇതെല്ലാം കൂടി അവിടെ കൊടുത്തിട്ട് വേണം പട്ടാളക്കാരൻ നാട്ടിൽ ലീവിൽ വരാൻ. അല്ലാതെ അതോ ഒരെണ്ണം ബാഗിലിട്ടുകൊണ്ട് വരാൻ പറ്റിയല്ല. അങ്ങനെ വന്നാൽ കുറ്റമാണ്. ഇവിടെ കൊണ്ടൊന്നും അത് പൊട്ടിക്കാൻ പറ്റിയല്ല. മനസ്സിലായോ? ഇത് പിശാചിനോട് എതിർക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ആയുധമാണ്. ആ ആയുധത്തിനകത്ത് പറയാൻ വന്ന കാര്യം, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താൻ. അപ്പം കൊട്ടണം, ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താൻ വിശ്വാസത്തിൻ്റെ പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക. ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്താൻ സാത്താൻ തീയമ്പുകൾ തൊടുത്തുവിടും. അമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പഴയ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് വില്ലിൽ വെച്ച് തൊടുത്തുവിടുകയാണ്. ഇത് തൊടുത്തുവിടുന്നവൻ ദൂരത്തെവിടെയാണ് നിൽക്കുന്നത്, ഒളിഞ്ഞും മറഞ്ഞിരിക്കുക. അങ്ങനെയല്ലേ അമ്പ് ചെയ്യുന്നത്? മറഞ്ഞിരിക്കുക. മരത്തിനും വൃക്ഷത്തിനൊക്കെ മറഞ്ഞിരുന്നിട്ട് മൃഗത്തിന്, പണ്ട് കാലത്ത് മൃഗം എവിടെയെങ്കിലും നിൽക്കുമ്പോൾ മൃഗം അറിയാതെ അല്ലെങ്കിൽ പക്ഷി അറിയാതെ പതുക്കെ പതുക്കെ പമ്മിച്ചെന്നിട്ട് വില്ല് തൊടുത്ത് അമ്പ് ചെയ്ത് വിടുക. തറച്ച് കഴിയുമ്പോഴറിയത്തുള്ളൂ. കെണിയാണത്. ഇതുപോലെ ശത്രു മറഞ്ഞിരുന്ന് എവിടെ ഇരുന്നുകൊണ്ട് തീയമ്പ് തൊടുത്തു വിടുക. നിൻ്റെ സന്തതിക്കെതിരെ, കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, വീടിനെതിരെ തൊടുത്തു വിടുകയാണ്. അതിനെ കെടുത്താൻ. ഇവിടെ സർവായുധ വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ധരിച്ചുകൊണ്ട് നിൽക്കേണ്ടതുണ്ട്, എടുത്തുകൊണ്ട് നിൽക്കുന്നുമുണ്ട്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുക, ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുക്കുക. 11-ാം വാക്യം 13-ാം വാക്യം. ധരിച്ച് നിൽക്കുന്ന ആയുധമുണ്ട്, എടുത്ത് നിൽക്കുന്ന ആയുധമുണ്ട്. എടുത്ത് നിൽക്കുന്ന, കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആയുധമാണ് വിശ്വാസത്തിൻ്റെ പരിച. അതിങ്ങനെ പുറമേ കാണണം. അതുകൊണ്ട് തീ കെടുത്തണം. ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു നിർത്തുക, ഉപവാസ പ്രാർത്ഥന തീരുന്ന ഇന്ന് സ്വർഗം നിൻ്റെ കയ്യിലേക്ക്
ദൈവത്തിൻ്റെ ആയുധം തരികയാണ്. എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ നീണ്ട നാളുകളായി നിൻ്റെ വീട്ടിലേക്ക് പുറത്തു നിന്ന് നീ കാണാതെ എവിടെ നിന്നാണ് ഈ പ്രശ്നം കയറി വന്നത്, ആരാണിത് ഇളക്കി വിട്ടത്, ആരാണിത് പറഞ്ഞു കൊടുത്തത്, ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് അറിയില്ല. നമ്മൾ ആരാണ്ടൊക്കെ സംശയിച്ചു. ഇതിൻ്റെ പുറകിൽ വേറെ ആരുമല്ല, സാത്താനാ, ദുഷ്ടനാ. അവൻ ആരിലോ മറഞ്ഞിരിക്കുക. ചിലപ്പോൾ നിൻ്റെ മാവിയിലായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ ഭർത്താവിലായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ എന്താ പറയുക സ്തോത്രം നിൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കും, നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയോ അനിയൻ്റെ ഭാര്യയോ നിൻ്റെ അമ്മയോ അമ്മായിയമ്മയോ നാത്തൂനോ കൂടെ ജോലി ചെയ്യുന്നവരോ ആരുടെയെങ്കിലും മറവിലായിരിക്കാം ഈ തൊടുത്തു വിടുന്നവൻ ഇരിക്കുന്നത്, പിശാച് ദുഷ്ടൻ ഇരിക്കുന്നത്. അവരിൽ മറഞ്ഞിരുന്നുകൊണ്ട് നിനക്കെതിരെ തീയമ്പ് വിടുക. നിൻ്റെ കുഞ്ഞിനെതിരെ, നിൻ്റെ മോൾക്കെതിരെ, നിൻ്റെ ജോലിക്കെതിരെ, നിൻ്റെ വരുമാനത്തിനെതിരെ, നിൻ്റെ കുടുംബജീവിതത്തിനെതിരെ തീയമ്പുകൾ തൊടുത്തു വിടുക. നമ്മൾ എന്താ ചെയ്യും? അയ്യോ പത്ത് വിളിക്കണം. അല്ല, ഇന്ന് ഉപവാസം തീരുന്ന ദിവസം എൻ്റെ ദൈവം ദുഷ്ടൻ്റെ തീയമ്പ് കെടുത്താൻ നിന്റെ കയ്യിൽ ദൈവം ഒരു സൂത്രം തരിക. ഹല്ലേലൂയ. നിന്റെ വിശ്വാസമല്ലത്, നിന്റെ വെല്ലുമ്മച്ചിയുടെ വിശ്വാസമല്ല, നിന്റെ അപ്പച്ചൻ്റെ വിശ്വാസമല്ല. ഇത് ആയുധമാണ്. വിശ്വാസം തന്നെ വേദപുസ്തകത്തിൽ പലതരമുണ്ട്. ഇത് നിന്റെ വിശ്വാസമല്ല, നിന്റെ വീട്ടുകാരുടെ വിശ്വാസമല്ല, ദൈവത്തിൻ്റെ വിശ്വാസം. വിശ്വാസം എന്ന വരം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. പാരമ്പര്യത്തിൻ്റെ വിശ്വാസമല്ലത്, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച വിശ്വാസമല്ലത്, ക്രിസ്ത്യാനി ആയതുകൊണ്ടുള്ള വിശ്വാസമല്ലത്. അതൊരു വരമാണ്. അത് ദൈവം നിനക്ക് തരിക. ഇനി അത് കത്തിയല്ല, ഇനി ശത്രുവിൻ്റെ തീ നിന്റെ വീട്ടിൽ കത്തിയല്ല, നിന്റെ കുഞ്ഞിൽ കത്തിയല്ല, കുടുംബജീവിതത്തിൽ കത്തിയല്ല. അവൻ മറഞ്ഞിരുന്ന് എയ്താലും നിന്റെ വീട്ടിൽ കത്തുപിടിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ ആയുധം നിന്റെ കയ്യിൽ തന്നതുകൊണ്ട് ഇനി തീകിടും, ഇനി തീകിടും. ഈ ഉപവാസത്തിൻ്റെ റിസൾട്ട് ഇനി പിശാചിനോട് പറ, നീ എത്ര തൊടുത്തു വിട്ടാലും ഇവിടെ നിന്റെ തീ ഇനി ചെലവാകില്ല. നിങ്ങളുടെ വീടിനെ ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഇനി ശത്രുവിൻ്റെ തീ നിന്റെ വീട്ടിൽ കത്തില്ല, നിന്റെ കുടുംബത്തിൽ കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളിൽ കത്തില്ല. ദുഷ്ടൻ്റെ തീ നിന്റെ വീട്ടിൽ ഇനി ഒരിക്കലും കത്തില്ല. നിന്റെ വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ദൈവം തന്നെ ആയുധം കൊണ്ടത് കെടുത്തും. ദൈവം അത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇനി ആ തീ കത്തരുത്. ഞങ്ങളെ വേദനിപ്പിച്ച, പൊള്ളിച്ച, നൊമ്പരപ്പെടുത്തിയ, കത്തി അഴിച്ച ബന്ധങ്ങളെ ശിഥിലമാക്കി ആ തീ ഇനി കത്തരുത്. ആ തീ കടട്ടെ, ആ തീ കടട്ടെ, ദുഷ്ടൻ്റെ തീ കടട്ടെ, ദുഷ്ടൻ്റെ തീയമ്പ് കടട്ടെ. അതിൻ്റെ ആയുധം ദൈവം എൻ്റെ ജനത്തിന് കൊടുക്കട്ടെ. സ്വർഗ്ഗം അത് ചെയ്തിരിക്കുക. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിച്ചോ, ധ്യാനിച്ചോ, വീണ്ടും പ്രാർത്ഥിച്ചോ. ദൈവം ഇത് പൊരുൾ തിരിച്ചു തരും. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങെപ്പോലൊരു ദൈവമില്ല, അങ്ങല്ലാതൊരു ദൈവമില്ല, അങ്ങെപ്പോ